I just recently did a film called Padiratri with Soundil Shah. ഇല്ല ഇപ്പം കഴിഞ്ഞിട്ടേ ഉള്ളൂ വർക്ക്. നോട്ട് സ്റ്റാർട്ടഡ് ഡബിങ്. Wherever you go, when you go to a hospital, you can find the Malayali nurse. കല്യാണരാമൻ, കുഞ്ഞിക്കോന്, ചരിക്കാത്ത ചന്തു, ജലോത്സവം ഇതൊക്കെയാണ് ഈ മികച്ച അഭിനേത്രിയുടെ കയ്യൊപ്പ് പതിച്ച സിനിമകൾ തന്നെയാണ്. അഭിനേത്രി എന്നതിലുപരി മികച്ച നർത്തകി കൂടിയായ നവ്യ സ്വന്തമായി മാതങ്കി സ്കൂൾ ഓഫ് ഡാൻസ് എന്ന നൃത്ത കലാലയം കൂടി നടത്തിവരികയാണ്. മികച്ച നടിക്കുള്ള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരത്തിന് പുറമെ കലാതിലക് പുരസ്കാരം കൂടാതെ സംസ്ഥാന With your all permission and blessings, we lighten the lamp. നമസ്കാരം. വേദിയിൽ ഇരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, ഗസ്റ്റ് ഓഫ് ഓണറായ ഹിസ് ഗ്രേസ് ഡോക്ടർ ഗീവർഗീസ് മാർ ബർണബാസ് മെട്രോപൊളിറ്റൻ, മെഡിക്കൽ സൂപ്രണ്ടന്റ് ഓഫ് മുത്തൂറ്റ് ഹോസ്പിറ്റൽസ് കോഴഞ്ചേരി ഡോക്ടർ ചെറിയൻ മാത്യു ആൻഡ് ഓൾ അതർ ഡിസ്റ്റിംഗ്വിഷ്ഡ് ഗെസ്റ്റ്, എൻ്റെ സ്നേഹം നിറഞ്ഞ കൂട്ടുകാരെ, പണ്ടൊക്കെ ഞാൻ ഇനോഗ്രേഷൻസിന് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ചേട്ടന്മാരെ ചേച്ചിമാരെ എന്നൊക്കെ വിളിച്ച് കയറുന്നു. അപ്പോൾ അത് പറ്റില്ല, അനുജന്മാരെ അനുജത്തിമാരെ എന്ന് വിളിക്കട്ടെ. ഞാൻ നടന്നിങ്ങനെ കയറി വരുമ്പോൾ ചെറിയൻ സാറിൻ്റെ അടുത്ത് പറയുമായിരുന്നു, ലുക്ക് അറ്റ് ദിസ്. ഇവിടെ നമ്മൾ ഏത് സ്ഥലത്ത് പോയാലും ഏത് കൺട്രിയിൽ പോയാലും ഹോസ്പിറ്റൽസിലേക്ക് നമ്മൾ എത്തുന്ന ഒരു ആവശ്യം ഉണ്ടെങ്കിൽ എൻ്റെ മനസ്സിൽ ഏറ്റവും വലിയ ആശ്വാസം എന്താണെന്ന് പറഞ്ഞാൽ, എങ്ങനെ പോയാലും ഞാൻ ഏതെങ്കിലും ഒരു മലയാളിയെങ്കിലും അവിടെ നഴ്സിംഗ് ഡിപ്പാർട്ട്മെൻറ്റിൽ കാണും, ഡോക്ടേഴ്സ് ഡിപ്പാർട്ട്മെൻറ്റിൽ കാണും. അപ്പോൾ അവരുടെ അടുത്ത് ചെന്ന് കഴിയുമ്പോൾ അവർ നമുക്കൊരു സ്പെഷ്യൽ പരിഗണന തരും, എന്നെ പരിചയമുള്ളതുകൊണ്ട്. എനിക്ക് തോന്നുന്നു കേരളത്തിലാണ് ഏറ്റവും അധികം നഴ്സിംഗ് ഡിപ്പാർട്ട്മെൻറ്റിൽ നഴ്സിംഗ് എന്ന് പറയുന്ന ഒരു മേഖലയിൽ ഏറ്റവും അധികം കുട്ടികൾ പഠിക്കുകയും പല രാജ്യത്തിൻ്റെ പല സ്ഥലങ്ങളിൽ പോയി ജോലി നോക്കുകയും ചെയ്യുന്നത് ഏറ്റവും കൂടുതൽ ഉള്ളത് കേരളത്തിലാണെന്ന് തോന്നുന്നു. അതങ്ങനെ കൂടിക്കൂടി വരുന്നത് തീർച്ചയായിട്ടും ഓഫ് കോഴ്സ് പുറത്തേക്കൊക്കെ പോകുമ്പോൾ പലപ്പോഴും അവിടുന്ന് കിട്ടുന്ന സാലറി ഒരു വലിയ ഘടകം തന്നെയാണ്. അതുകൊണ്ടൊക്കെ തന്നെയാണ് പലപ്പോഴും പലരും നഴ്സിംഗ് ഒക്കെ ഓപ്റ്റ് ചെയ്യുന്നത്. പക്ഷേ കേരളത്തിൽ നിന്ന് പഠിച്ചു വരുന്ന കുട്ടികളുടെ ഒരു കൈപുണ്യം അല്ലെങ്കിൽ അവരുടെ ആ ഒരു നല്ല മനസ്സ്, മറ്റുള്ളവരെ സ്നേഹിക്കാനും പരിചരിക്കാനുമുള്ള അവരുടെ ഒരു പ്രത്യേകത, തീർച്ചയായിട്ടും അതിലൊരു ക്വാളിറ്റി ഉള്ളതുകൊണ്ടാണ് ഈ കുട്ടികൾക്ക് ഇത്ര അധികം ഫ്ലറിഷ് ചെയ്ത് കാലങ്ങളോളം അത് തുടരാൻ പറ്റുന്നതെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. കാരണം വെറുതെ ഒരു പ്രൊഫഷൻ നമ്മളങ്ങ് പഠിച്ചിട്ട് പൈസക്ക് വേണ്ടി മാത്രമൊന്നും കാലങ്ങളോളം നമുക്കത് ചെയ്യാൻ പറ്റില്ല. സോ അത് ചെയ്യുന്നത് വി നീഡ് എ സർട്ടൻ എമൗണ്ട് ഓഫ് ഡെഡിക്കേഷൻ. അപ്പം അങ്ങനെ ഒരു ഡെഡിക്കേഷൻ നമ്മുടെ കുട്ടികൾക്കുള്ളത് വലിയൊരു സന്തോഷമുള്ള കാര്യമാണ്. ഇവിടെ ഞാൻ ലൈക്ക് ചെയ്ത് ചിലപ്പോൾ ഡിസ്ലൈക്ക് ചെയ്ത് അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ ഒരു മൊമെൻറ്റിൽ നിങ്ങൾക്ക് ദേഷ്യം തോന്നുകയാണെങ്കിൽ പോയി 4 വരി തെറിയങ്ങ് എഴുതി കമൻറ്റ് ചെയ്ത് ഒരു ആശ്വാസം കിട്ടുമ്പോൾ നിങ്ങൾ ആലോചിക്കേണ്ടത് നിങ്ങളുടെ കൊളസ്ട്രോളും നിങ്ങളുടെ BP-യും വെറുതെ കുത്തിയിരിക്കുന്നത് കൊണ്ട് നിങ്ങളുടെ ഷുഗറും നിങ്ങളുടെ പൊണ്ണത്തടിയൊക്കെയാണ് കൂടിക്കൊണ്ടിരിക്കുന്നത്. അത് മാറ്റി ഇനി മൊബൈൽ നിർബന്ധമാണോ, സംസാരിക്കണോ, നടന്നുകൊണ്ട് സംസാരിക്കുക. TV വെച്ചാലും നമുക്ക് നടക്കാം. സോ ഡു എക്സസൈസ്. എക്സസൈസ് ഇല്ലാതെ, കാരണം നാച്ചുറലി എക്സസൈസ് ചെയ്യുന്നൊരു സിസ്റ്റം നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ നിന്ന് കംപ്ലീറ്റ് പോയി. ആൾക്കാർക്കൊന്നും ഇപ്പോൾ എക്സസൈസ് ഇല്ല.
നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കലകളിൽ ഏർപ്പെടാം. പടം വരയിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ വലിയ എക്സസൈസ് ഒന്നും കിട്ടില്ല. ഞാൻ ഉദ്ദേശിക്കുന്നത് വല്ല ഡാൻസോ ഓട്ടമോ ചാട്ടമോ കരാട്ടയോ സ്വിമ്മിങ്ങോ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളിലൊക്കെ ഏർപ്പെടുക. സുംബ അതൊക്കെ കുറച്ചും കൂടി എളുപ്പമാണ്. അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ ഏർപ്പെട്ട് എല്ലാവരും നമ്മുടെ നാട്ടിലുള്ള എല്ലാ മനുഷ്യരും വളരെ ഊർജ്ജസ്വലരാവട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും ജങ്ക് ഫുഡ്സ് ഒന്നും ഇല്ലാത്ത ഒരു ക്രിസ്മസ് ഉണ്ടാവട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. അല്ലേ, ബിവറേജിന്റെ മുമ്പിലെ തിരക്കൊക്കെ കുറയട്ടെ ക്രിസ്മസിന്. അതിനു പകരം നമ്മുടെ ആൾക്കാരൊക്കെ ആരോഗ്യത്തിനെ പറ്റി കൂടുതൽ ബോധവാന്മാരാവട്ടെ. അപ്പോഴാണ് നല്ല ആരോഗ്യമുള്ള മനുഷ്യരുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ക്രിസ്മസ് പുതുവത്സര ആശംസകൾ. താങ്ക് യു സോ മച്ച്. ഇൻസ്റ്റയിൽ ഒരു പോസ്റ്റ് ഇട്ട് ഒരു ഫോട്ടോ ഇട്ടിട്ട് സൈബർ ബുള്ളിങ് ഒരുപാട് കമന്റ് ഒരു നെഗറ്റീവ് കണക്കൊക്കെ വന്നില്ലായിരുന്നു. എന്നിട്ട് അത് റിമൂവ് ചെയ്തിട്ടുണ്ട്. ഒരു പോസ്റ്റ് ഇങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു. ഞാനല്ല ഇത് ഹാൻഡിൽ ചെയ്യുന്നത്, റിമൂവ് ചെയ്തായിരിക്കും. ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല.